നമസ്കാരം. തെന്നാലി രാമൻ കഥകൾ ആമുഖം. പണ്ടുകാലങ്ങളിൽ ചില രാജാക്കന്മാർക്ക് വിദൂഷകന്മാർ ഉണ്ടായിരുന്നു. രാജാക്കന്മാർക്ക് വിനോദം നൽകുക വിദൂഷകൻ്റെ ചുമതലയാണ്. എന്തു പറയാനും വിദൂഷകന് സ്വാതന്ത്ര്യമുണ്ട്. രാജാവിനെ പോലും വിദൂഷകൻ വിമർശിക്കും. മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണോ? നിയമേന ബുദ്ധിശാലിയായിരിക്കും വിദൂഷകൻ. അവൻ്റെ നാവിന് വാളിനേക്കാൾ മൂർച്ചയും ഉണ്ടായിരിക്കും. ഭാരതത്തിലെ പല രാജാക്കന്മാരുടെയും വിദ്വൽ സദസ്സിൽ വിദൂഷകന്മാർ അംഗങ്ങളായിരുന്നു. അവരുടെ ഇടയിൽ പ്രമുഖനാണ് തെനാലി രാമൻ. വിജയനഗരത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹം ക്രിസ്തുബ്ദം 1509 മുതൽ 1529 വരെ രാജ്യഭാരം ചെയ്തിരുന്നു. എല്ലാ വിധത്തിലും മഹാനായിരുന്നു കൃഷ്ണദേവരായർ. യുദ്ധവീരൻ, പണ്ഡിതൻ, കവി, ഗുണസമ്പന്നൻ, ആ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനായിരുന്നു. തെന്നാലി രാമൻ കൃഷ്ണദേവരായരുടെ വിദൂഷകനായിരുന്നു. തെന്നാലി രാമൻ്റെ ബുദ്ധിശക്തി വളരെ പ്രശസ്തമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വാക്ശക്തിയും. നേരമ്പോക്കുകൾ പറയുക മാത്രമല്ല തെന്നാലി രാമൻ ചെയ്തിരുന്നത്. കുസൃതികളും കുണ്ടാമണ്ടികളും പ്രയോഗിച്ചുമിരുന്നു. അവയിൽ ചിലതൊക്കെ അല്പം കടന്നവയുമായിരുന്നു. എങ്കിലും അവ ചിലരെ നിലയ്ക്ക് നിർത്താൻ സഹായകമായി. സേവ പിടിക്കുന്നവർ, അഹങ്കാരികൾ, ദുർമോഹികൾ മുതലായ ചിലർ. എല്ലാവർക്കും തെന്നാലി രാമനെ ഭയമായിരുന്നു. തെനാലി എന്നത് ആന്ധ്രയിലെ ഒരു സ്ഥലമാണ്. തെനാലി രാമൻ്റെ മാതാവ് തെനാലിക്കാരിയായിരുന്നു. പുത്രൻ ജനിച്ച 3-ാം നാളിൽ പിതാവ് ചരമം പ്രാപിച്ചു. അതിനുശേഷം മാതാവ് തെനാലിയിലെ സ്വഗൃഹത്തിൽ താമസിച്ചു. അങ്ങനെ തെനാലി എന്ന സ്ഥലനാമം അവരുടെ പുത്രനാമത്തിൻ്റെ മുമ്പിൽ സ്ഥലം പിടിച്ചു. നമുക്കവനെ രാമനെന്ന് മാത്രം വിളിക്കാം. രാമൻ എന്നാൽ തെനാലി രാമൻ എന്ന് അർത്ഥമാക്കിക്കൊള്ളണം. രാമനെ സംബന്ധിക്കുന്ന കഥകൾ ഒട്ടനവധിയുണ്ട്. എല്ലാം തന്നെ നേരമ്പോക്കുള്ളവയാണ്. അവയിൽ ചിലതാണ് ഇനി പറയുന്നത്. കുട്ടികൾ ഉത്സാഹത്തോടെ ഉറ്റുനോക്കുന്നു. രാമൻ അവൻ്റേതായ ചില പ്രയോഗങ്ങൾ നടത്തുകയാണ്. ഉപാധ്യായൻ്റെ ഇരിപ്പിടത്തിലാണ് അവൻ്റെ പ്രയോഗങ്ങൾ. അവ ഫലിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അത് സതീർത്ഥ്യന്മാർ ആലോചിച്ചപ്പോഴോ അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. ഉപാധ്യായൻ വരാൻ ഇനി കുറേ നേരം പിടിക്കും. എങ്കിലും അദ്ദേഹം ഇരിക്കുന്നിടത്ത് വിരിപ്പുണ്ട്. അദ്ദേഹം വിരിപ്പിലാണ് ഇരിക്കുന്നത്. രാമൻ വിരിപ്പ് അല്പം മാറ്റി വച്ചിരിക്കുന്നു. വിരിപ്പിൻ്റെ സ്ഥാനത്ത് ചീഞ്ഞളിഞ്ഞ പഴം നിരത്തി വയ്ക്കുന്നു. അത് കുറേ കൂടുതലുണ്ട് താനും. ചീഞ്ഞളിഞ്ഞ പഴം മതിയെന്ന് തോന്നിയപ്പോഴോ അതിൻ്റെ പുറത്ത് ഉപാധ്യായനുള്ള വിരിപ്പ് വിരിച്ചു. അപ്പോഴേക്കും ഉപാധ്യായൻ വന്നു കയറി. കുട്ടികൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. ചിരിക്കാതിരിക്കാൻ അവർ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. പരിശ്രമം പരാജയപ്പെടുമോ എന്നാണ് അവരുടെ ഭയം. ഒന്നും സംശയിക്കാത്ത അധ്യാപകൻ സ്വസ്ഥാനത്ത് ചെന്ന് ഒറ്റയിരിപ്പ്. ബ്ലും എന്ന ശബ്ദത്തോടെ ചീഞ്ഞളിഞ്ഞ പഴം 4 പാടും തെറിച്ചു. കുട്ടികൾ ചിരിച്ചു മണ്ണ് കപ്പി. ഉപാധ്യായൻ ചാടി എഴുന്നേറ്റ് വസ്ത്രത്തിൻ്റെ പിൻഭാഗത്ത് നോക്കി. അവിടെയെല്ലാം വൃത്തികെട്ട പഴം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലും. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രയോഗം നടത്തി. അതായത് രാമനെ പിടിച്ച് അടിയും തുടങ്ങി. രാമനല്ലാതെ മറ്റാരും ഈ തോന്നിയാസം കാണിക്കില്ല. അക്കാര്യം ഉപാധ്യായന് തീർച്ചയുണ്ടായിരുന്നു. മാപ്പ് മാപ്പ് രാമൻ പറഞ്ഞു. വേദന നേരമ്പോക്കായി തോന്നിയില്ല. ഉപാധ്യായൻ മതിയാകുന്നത് വരെ ശിഷ്യനെ അടിച്ചു. എന്നിട്ട് ഒരൊറ്റ പോക്ക്, കുളിക്കാനായിട്ടും വസ്ത്രം മാറ്റാനായിട്ടും. കരയുന്ന രാമനെ നോക്കി സതീർത്ഥ്യർ ചിരിച്ചു. എങ്കിലും അവർക്ക് ഒന്നറിയാം, രാമൻ വീണ്ടും കുസൃതി കാട്ടും, തീർച്ച. അവനെ ഉപാധ്യായൻ ശിക്ഷിച്ചു, ശരി തന്നെ. എങ്കിലും അവൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ട്. അദ്ദേഹം അവൻ്റെ അമ്മാവനെ ചെന്ന് കണ്ടു. രാമൻ നല്ലവണ്ണം പഠിച്ചെന്നിരിക്കട്ടെ, അവൻ ലോകപ്രശസ്തനായ പണ്ഡിതനും കവിയുമാകും. അവൻ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചാലോ കൊള്ളക്കാരനുമാവും, അദ്ദേഹം പറഞ്ഞു. അവൻ്റെ കുസൃതി കുറെ കൂടുതലാണല്ലേ? അമ്മാവൻ ചോദിച്ചു. കൂടുതലെന്ന് പറഞ്ഞാൽ പോരാ. അവനേക്കാൾ തോന്നിയാസം കാണിക്കുന്ന കുട്ടികളില്ല എന്നുള്ളതാണ് വാസ്തവം, ഉപാധ്യായൻ അറിയിച്ചു. അവൻ്റെ കുസൃതി മാറ്റാൻ അങ്ങേക്ക് കഴിയുകയില്ലേ? അമ്മാവൻ ആരാഞ്ഞു. നിങ്ങൾക്ക് ഒരു കുരങ്ങിൻ്റെ വികൃതി ഇല്ലാതാക്കാമോ? ആക്കാമെങ്കിൽ ഞാൻ രാമൻ്റെ കുസൃതിയും മാറ്റാം, ഉപാധ്യായൻ പറഞ്ഞു. തെനാലി രാമൻ്റെ കഥകൾ അടുത്ത വീഡിയോയിൽ തുടരും. നന്ദി.